എല്ലാ ഒബ്സ്റ്റക്കിൾസും ഒരുമിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് കറക്റ്റ് ചെയ്യരുത്. ഈ ഒരു സിസ്റ്റം ഒരു പൈപ്പിൽ വെള്ളം ട്രാവൽ ചെയ്യുന്നൊരു അനാലജി എടുക്കുക. ഓക്കെ, ഇൻപുട്ട് പൈപ്പാണ്, പൈപ്പ് വെള്ളം തുറക്കുന്നു, ഹോസിൽ കൂടി വെള്ളം പോകുന്നു, ഔട്ട്പുട്ട് എന്താ, നമ്മുടെ വെള്ളം വരുന്നു. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് പോരാ, അതായത് നമുക്ക് സെയിൽസ് അത്രയും കിട്ടുന്നില്ല, നമ്മളുടെ കൺവേർഷൻസ് അത്ര പോരാ. ഇപ്പോൾ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? എല്ലാവരും മനസ്സിൽ ഓടണം അതേ ആൻസർ തന്നെ ആയിരിക്കും എല്ലാവരും കമ്പനിയിലും ബിസിനസ്സിലും ചെയ്യുന്നത്. പൈപ്പിൻ്റെ വെള്ളം കൂടുതൽ തുറക്കുക, പൈപ്പിൻ്റെ ഫോഴ്സ് കൂട്ടുക, വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂട്ടുക. അപ്പോൾ എന്ത് പറ്റും? വെള്ളം കൂടുതൽ വരും. ഇനി നമ്മളിത് ബിസിനസ്സിൽ കൂട്ടുകയാണെങ്കിൽ ഈ പൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് എന്താ, ലീഡ്സാണ്, മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ലീഡ്സിൻ്റെ എണ്ണം കുറവാണ്, ടോട്ടലി എൻഡ് പ്രൊഡക്റ്റ് കൂടുതൽ സെയിൽസ് അധികം നടക്കുന്നില്ല, റവന്യൂ കുറവാണെങ്കിൽ അപ്പോൾ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ കൂട്ടും, മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൂട്ടും. എന്തായി? അപ്പം കുറേ ലീഡ്സ് വരും. 100 ലീഡ് വന്നുകൊണ്ടിരുന്നവർ 1000 ലീഡ് വരും. അപ്പോഴും നിങ്ങളുടെ ഈ ഇടയിലുള്ള ഒബ്സ്റ്റക്കിൾസ്, ഈ പൈപ്പിൻ്റെ ഉള്ളിലുള്ള കല്ലും മണ്ണും റസ്റ്റും ഒക്കെ അവിടെ തന്നെ കിടക്കുകയല്ലേ. നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങളും, അല്ലെങ്കിൽ ബേൺ എന്ന് പറയും, അല്ലെങ്കിൽ ചേൺ എന്ന് പറയും, ഇത് രണ്ടും സെയിം പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹയർ പെർസെൻറ്റേജിലേക്ക് പോവാണ്. സോ നിങ്ങൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് കൂട്ടിയതുകൊണ്ടോ ലീഡ്സിൻ്റെ എണ്ണം ലീഡ്സിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ കൂടുതൽ കൺവേർഷൻ, കൂടുതൽ സെയിൽ, റവന്യൂ കൂടുന്ന പോലെ തോന്നും. കാരണം എന്താ വെച്ചാൽ കൺവേർഷൻ കൂടുതൽ നടക്കുകയാണല്ലോ. 100 വന്നതിൽ നിന്ന് 500 ലീഡ് വരുമ്പോൾ. പക്ഷേ കൺവേർഷൻ പെർസെൻറ്റേജ് അല്ല നിങ്ങൾ നോക്കുന്നത്, കൺവേർഷൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദറ്റ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ലാഭമായി, റൊവാസ് അടിപൊളിയായി, അങ്ങനെയല്ല, പെർസെൻറ്റേജ് നോക്കുക. മനസ്സിലായില്ല? അപ്പം ലീഡ്സിനെ കൂട്ടാതെ, മാർക്കറ്റിംഗ് സ്പെൻഡ് കൂട്ടാതെ, ഇതിൻ്റെ ഉള്ളിൽ അകത്തുള്ള, നമ്മുടെ പൈപ്പിൻ്റെ അകത്തുള്ള ഒബ്സ്റ്റക്കിൾസിൽ ആദ്യം ഫോക്കസ് ചെയ്യുക. ഇനി എല്ലാ ഒബ്സ്റ്റക്കിൾസും ഒരുമിച്ച് ഒറ്റയടിക്ക് അങ്ങോട്ട് കറക്റ്റ് ചെയ്യരുത്. ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിലുള്ള, ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെ ആദ്യം കറക്റ്റ് ചെയ്യുക. ഓക്കെ, അല്ല നിങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തിനെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അടുത്തത് കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ 1 at a ടൈം എപ്പോഴും ട്രബിൾ ഷൂട്ട് ചെയ്യുക. അത് നിങ്ങൾ ബിസിനസ് എന്നല്ല, ലൈഫിൽ എന്ത് പ്രശ്നം ചെയ്യുമ്പോഴും 1 at a ടൈം ട്രബിൾ ഷൂട്ട് ചെയ്യുക. എന്നാലാണ് ആ ഏത് വണ്ണാണ് വാസ് എഫക്റ്റിംഗ് ഹൗ മച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഓൾസോ ഇസ് എ ഡേറ്റ, അല്ലേ? അതും ഒരു ലേണിംഗ് സിസ്റ്റമാണ്, അതൊരു ഡേറ്റയാണ്. ഇനി വൺസ് ഓൾ ദി ഒബ്സ്റ്റക്കിൾസ് ആർ ക്ലിയർഡ്, നമ്മളുടെ പാത്ത് ക്ലിയർ ആയി, നമ്മൾക്ക് മാക്സിമം കൺവേർഷനും മാക്സിമം നമ്മളുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട് എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പയ്യെ കൂടുതൽ തുറക്കും, നമ്മൾ മാർക്കറ്റിംഗ് സ്പെൻഡ് കൂട്ടും, കൂടുതൽ ലീഡ്സിനെ പുറത്തു കൊണ്ടുവരും, നമ്മളുടെ ഓപ്പറേഷൻസ് പ്രോപ്പറായി, നമ്മളുടെ സിസ്റ്റം ഇൻ പ്ലേസ് ആണ്, ഇനി നമ്മൾ മാർക്കറ്റിംഗ് സ്പെൻഡ് കൂട്ടും. അപ്പം വീൽ ഗെറ്റ് മാക്സിമം റോവാസ്, അല്ലെങ്കിൽ മാക്സിമം റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്, അല്ലെങ്കിൽ മാക്സിമം റിട്ടേൺ ഓൺ ദ ബഡ്ജറ്റ് വി ഹാവ് അപ്ലൈഡ് ടു ദ മാർക്കറ്റിംഗ്, ആൻഡ് വീൽ ഗെറ്റ് മാക്സിമം കൺവേർഷൻ. മനസ്സിലായില്ലേ? ഇതാണ് സ്കെയിലബിൾ സിസ്റ്റം. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചെറിയ ബിസിനസ് ഐഡിയാസിന് ചെറിയ സിസ്റ്റംസ് നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. എനിക്കും വളരെ ചാലഞ്ചിങ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ബൈ.